അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. 1 കിലോ ബീഫ് ക്ലീൻ ചെയ്തത്, 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 10 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 10 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത്, ഇഞ്ചി 1 കഷ്ണം നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില 2 തണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് 5 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു കടായി അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി മുറി ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്, തേങ്ങാക്കൊത്താണ്. അങ്ങനെ തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സവാള നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ബീഫിൽ കുറച്ച് വെള്ളമുണ്ട്, നമുക്കതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ബീഫിൽ വെള്ളം പറ്റിയെന്ന് നോക്കാം. കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം. പിന്നെ ബീഫിൽ വെള്ളമെല്ലാം ഒരുവിധം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സർവിങ് ഡിഷിലേക്ക് പകർത്താം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.